ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തക്കാളി വെച്ചിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഒരു അടിപൊളി ലഞ്ചിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇതിനകത്ത് ഉള്ളിയോ സവോളയോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ സവോള ഇല്ലാത്ത റെസിപ്പിയൊക്കെ ഇടാൻ എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ഒരു റിക്വസ്റ്റും കൂടെ വെച്ചിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു അടിപൊളി റൈസ് ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു കപ്പോളമുള്ള ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബസ്മതി റൈസ് തന്നെ വേണം എന്നില്ല. നിങ്ങൾക്ക് പച്ചരി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള സാധാരണ കുത്തിരിച്ചോറ്, ജയ അരി, അതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 200 ml ഒരു കപ്പോളമുള്ള ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് വന്നിട്ട് ഞാനൊരു 10 മിനിറ്റോളം ഞാനിതൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട്. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അരി നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ടും അതുപോലെ തന്നെ ഒത്തിരി ഉടയാതെയൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് 15 മിനിറ്റോളം ഒന്ന് കുതിർന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ 3 തക്കാളിയും അതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അരിയാനുണ്ട്. അപ്പോൾ ഞാൻ ഈ തക്കാളിക്കൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ ഇവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയൊക്കെ അത്യാവശ്യം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് കുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഈ അരി കുക്ക് ചെയ്യാനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിൽ പോലും ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പോളമുള്ള അരിക്ക് ഞാൻ 2 കപ്പോളമുള്ള വെള്ളമാണ് ചേർക്കുന്നത്. ചിലർ 2.5 കപ്പ് വരെ വെള്ളം ചേർക്കുന്നുണ്ട്. അത് നമുക്ക് ഓരോ അരിയിലും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു പ്രാവശ്യം പുതിയ അരിക്കാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പ്രാവശ്യം കഴിയുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് അതിൻ്റെ ഒരു അളവ് എന്നുള്ളത്. അപ്പോൾ ഞാൻ അരിയിൽ നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒന്ന് എടുത്ത് മാറ്റി കളഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ അരി ഈ 2 കപ്പോളം ഉള്ള വെള്ളം നമ്മൾ ചെറുതായിട്ട് ചൂടാവണം. ചൂടായതിന് ശേഷം മാത്രമേ നമ്മുടെ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. നമ്മൾ സാധാരണ എന്താ ചെയ്യിച്ചാലോ, അല്ലെങ്കിൽ മിക്കവരും ചെയ്യുന്ന കണ്ടിട്ടുള്ളതാണ്, ആ വെള്ളം അരിയും കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് നമ്മളിങ്ങനെ വേവിക്കാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. വെള്ളം നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം, അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂണോളം എണ്ണ, സാധാരണ വെളിച്ചെണ്ണയല്ല ഞാൻ ചേർത്തിരിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ ചേർക്കുന്നത് അരി ഒന്നും കുഴയാതെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെയല്ല. അപ്പോൾ ഇതെങ്ങനെ അരി വെന്തോ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പതുക്കെ ഒന്ന് കയ്യിലൊന്നെടുത്ത് ഒന്ന് ഞെക്കി നോക്കി കഴിഞ്ഞെന്ന് അറിയാൻ പറ്റും അത് വെന്തോ ഇല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം ഇട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു കേട്ടോ. ചിലപ്പോൾ അതിങ്ങനെ വെള്ളം വറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതായോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു അരി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് 2ആയിട്ടൊന്ന് നടുവേ മുറിയണം. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ അരി ആയെന്നാണ് അർത്ഥം. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊന്ന് ഊറ്റി വയ്ക്കാം. അത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലത്തെ ഇപ്പം ബസ്മതി റൈസോ അല്ലെങ്കിൽ ഈ എന്താ പറയുക, ഇപ്പോൾ ബിരിയാണി റൈസോ അങ്ങനെയൊക്കെ നമ്മൾ ഈ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും എപ്പോഴും കുറച്ച് നേരം അരി ഒന്ന് ചൂടൊക്കെ ആറി നന്നായി തണുത്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒന്ന് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതവിടെ ഒന്ന് ചൂടാറാനിരിക്കട്ടെ. ആ നേരം ഇതിൻ്റെ കാര്യപരിപാടിയിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളമുള്ള എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിനകത്തോട്ട് 1/2 ടീസ്പൂണോളമുള്ള കടുക് ഒന്ന് പൊട്ടിക്കണം നമുക്ക്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളമുള്ള ജീരകം. ഇപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ചിലവർക്ക് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവർ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജീരകം ചേർത്താൽ ചെറുതായിട്ടൊരു രസമൊക്കെ ഉണ്ട് എന്ന് മാത്രം. അപ്പോൾ ഇനി ഞാൻ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു പച്ചമുളക് ഞാൻ ഈ ഒരു എണ്ണയിൽ ഇതോടൊപ്പം തന്നെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുന്നുണ്ട്. ആ ഒരു പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ ഒന്ന് പെട്ടെന്ന് എണ്ണയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഉടനെ തന്നെ നമ്മുടെ 3 തക്കാളി ഞാൻ കുഞ്ഞിതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇടുന്ന സമയത്ത് ചിലപ്പം അതിങ്ങനെ മൂത്തോട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം ആ തക്കാളിയിലുള്ള വെള്ളം ആ എണ്ണയിലൊക്കെ ഒന്ന് മിക്സ് ആകുമ്പോഴത്തേക്കുമാണ് ഇച്ചിരി പ്രശ്നമാണ്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് മതിയാവും. 2 മിനിറ്റ് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഈ ഒരു തക്കാളിയൊക്കെ പെട്ടെന്ന് തന്നെ വഴണ്ട് നന്നായിട്ട്, ഒത്തിരി കുഴയണ്ട, ചെറുതായിട്ട് നമുക്കിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കഷ്ണങ്ങൾ കിടക്കണം. ആ രീതിയിൽ നമുക്കൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1 മിനിറ്റ് ഓളമാണെന്ന് ഇളക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, തക്കാളിയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ എന്നാൽ ചില കഷ്ണങ്ങളൊക്കെ അവിടെ കിടക്കുന്നുമുണ്ട്.
അപ്പോൾ ഇത്രയും മതിയാവും കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിന് വേണം. നമുക്ക് ഈ നമ്മുടെ ഫ്ലെയിം ഏറ്റവും ലോയിലിടാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് 1/4 ടീസ്പൂൺ തന്നെ മതിയാവും, കൂടേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒത്തിരി അങ്ങ് നമ്മുടെ റൈസ് മഞ്ഞ കളറായി പോകും. പിന്നെ ചേർത്തിട്ടുള്ളത് 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ അതാകുമ്പോൾ ഇച്ചിരി നിറമൊക്കെ കിട്ടും എന്ന് ഓർത്തിട്ടാണ്, എന്നാൽ വലിയ എരിവുമില്ല. നിങ്ങൾക്കിനി അതല്ല, കാശ്മീരി ചില്ലി പൗഡറിന് പകരം സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ നമ്മളൊരു 3/4 ടീസ്പൂണോളം ചേർത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു കുത്തൽ വരും. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് അടി പിടിക്കാതെ നോക്കുക. തക്കാളിയാണ്, പെട്ടെന്ന് അടി പിടിക്കത്തില്ല, എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിതിനകത്ത് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, എങ്കിൽ അതേസമയം നമ്മൾ റൈസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ളതും മനസ്സിൽ കാണണം, അല്ലെങ്കിൽ രണ്ടും കൂടെ ഉപ്പ് ഒത്തിരി ആയിപ്പോവും. അപ്പോൾ അതാ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ 2 പച്ചമുളകിൽ ഒരെണ്ണം നേരത്തെ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഒരു പച്ചമുളകും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇച്ചിരി മല്ലിയിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഇച്ചിരി കറിവേപ്പിലാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു റൈസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനകത്തുള്ള മല്ലിയിലയുടെ ഫ്ലേവറാണ് അവർക്ക് ഇച്ചിരി കൂടി ഇഷ്ടമായിട്ടുള്ളത്. ഇവിടെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ലൊരു പുളിയൊക്കെ ഉള്ള ഇത് തന്നെ നമുക്കൊരു കറിയായിട്ട് കൂട്ടാം, അത്രയും സ്വാദാണ്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഇച്ചിരി വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രോസൺ ഗ്രീൻ പീസാണ്, അതുകൊണ്ടാണ് ഇനി ഇത്രയും നിറത്തിലൊക്കെ ഇരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഗ്രീൻ പീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചന മസാലയുടെ ആ കടലയുണ്ടല്ലോ, വെള്ളക്കടല, അതാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെറുതായിട്ട് ഉപ്പിട്ട് വേവിച്ച് ഊറ്റി, ഒത്തിരി ഉടക്കരുത്. ഈ ഒരു പരുവത്തിന് ഇങ്ങനെ വിട്ട് കിടക്കുന്ന രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി കടലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം, കുഞ്ഞുങ്ങൾക്കൊക്കെ അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്കത് ഒരു മിനിറ്റോളം ഞാനൊന്ന് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തൊക്കെ കൊടുത്തായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെറുതായിട്ട് തളയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇടാം. ഇനി നമ്മൾ നേരത്തെ ഊറ്റി വെച്ചിരിക്കുന്ന തണുത്തിട്ടുള്ള റൈസ്, ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, അങ്ങനെ വെക്കുന്നവരുണ്ട് കേട്ടോ. ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് അരിയൊക്കെ ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന രീതിയിലൊക്കെ വെക്കുന്നവരുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ആറിയിട്ടേ വന്നിട്ടുള്ളൂ. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം അല്പം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിന് പകരം കറിവേപ്പില ചേർക്കാം. ഇനി ഇതിൻ്റെ മേലെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടിയാണ് ഇച്ചിരി കൂടെ ഫ്ലേവർ ആഡ് ചെയ്യുക. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല, അതൊരു ഇറച്ചിയുടെ ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. നിങ്ങൾക്ക് ഈ ഗരം മസാല വേണ്ടാന്നുണ്ടെങ്കിൽ അത് തീർത്തും അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ എല്ലാ എന്താ പറയുക, ഈ തക്കാളിയുടെ ഒക്കെ മിക്സൊക്കെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ റൈസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തു. ഞാൻ ഇപ്പോഴും ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ മേലെ അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെടുക്കുന്ന തക്കാളി, ഇപ്പോഴത്തെ തക്കാളിക്കൊക്കെ അധികം പുളിയില്ലാത്ത തക്കാളിയാണ്. അങ്ങനെ പുളിയില്ലാത്ത തക്കാളിയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ടൊരു 1/2 ടീസ്പൂണോളം ചെറുനാരങ്ങ നീര് ഒന്ന് മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനിയിപ്പോൾ അതല്ല പുളിയുള്ള തക്കാളി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നാരങ്ങ നീര് ചേർക്കണമെന്നില്ല. അപ്പോൾ അതാ ഞാൻ ലോ ഫ്ലെയിമിൽ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, 1.5 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒത്തിരി ഡ്രൈ ആക്കേണ്ട കാര്യമില്ല. ഞാനിതിപ്പോൾ ഒരു സാലഡിൻ്റെ കൂടെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അരി ഇച്ചിരി ഡ്രൈ ആക്കി എടുത്തുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി അതല്ല ഇച്ചിരി ഒരു നനവോട് കൂടെ ഇത് കഴിക്കാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര നേരം മൂടി വെച്ച് ഇതൊന്ന് ഡ്രൈ ആക്കിയത് നിങ്ങൾക്ക് ആ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ റൈസ് ഇവിടെ റെഡിയാണ്. ഇത് നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാൻ. നമുക്കിതിന് തക്കാളിയല്ല സവോളയുടെയോ ഉള്ളിയുടെയോ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അല്ലാതെ കഴിക്കാൻ തന്നെ നല്ല സ്വാദാണ്. പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പോകുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ റൈസ്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും സ്കൂളിൽ ലഞ്ച് ബോക്സൊക്കെ നമുക്ക് കൊടുത്തു വിടാം. എപ്പോഴും നമ്മുടെ ഒരു ചിന്തയാണ് എന്ത് ഉണ്ടാക്കി കൊടുക്കും എന്നുള്ളത്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാണ് കേട്ടോ.
ഇതാ നമ്മുടെ തക്കാളിച്ചോറ് ഇവിടെ റെഡിയാണ്. നമുക്കിത് നോയമ്പ് കാലത്തൊക്കെ കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് സൈഡായിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് സാലഡും അതുപോലെ തന്നെ ഇച്ചിരി അച്ചാറുമാണ്. കടുമാങ്ങ അച്ചാർ ആണ് ഞങ്ങൾ കഴിക്കുന്നത്. അപ്പോൾ ഇത് ഇന്നിവിടെ ഞങ്ങൾക്കിവിടെ നോയമ്പാണ്, ഇപ്പോൾ ക്രിസ്മസ് ടൈം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി നമുക്ക് പല പല റെസിപ്പീസ് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. മറ്റേത് നോൺ വെജ് ആകുമ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. അന്ന് വെജിറ്റേറിയനിൽ അത്ര ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും നമുക്കും ഒക്കെ എളുപ്പമാണ് ഉണ്ടാക്കാനും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.